ബിലാലി തന്നെ ഇരുന്ന് പറയുന്നതാ ഒരു വീഡിയോ ഇല്ലേ, ഹാക്കിട്ട എന്താണ് പ്രശ്നം എന്നുള്ള രീതിക്ക്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഒരു സെക്കൻഡ്. ഇവിടെ നിന്ന് ഒരു 3-4 അങ്ങോട്ട് വന്നിട്ടുണ്ട്. KVA കളിച്ച് 3-4 ഇപ്പോൾ MRC കളിക്കുന്നുണ്ട്. അവന്മാരടുത്ത് ചോദിച്ചാൽ മതി ഇവിടെ പൈലറ്റാണ് കളിച്ചത് അല്ലാതാണ് കളിച്ചത് അവന്മാരടുത്ത് ചോദിച്ചാൽ. ഇതൊന്നും കണ്ടോ വാസ്കോ സ്ഫടികത്തിലെ കുറച്ച് പ്രശ്നമാണ്. സ്ഫടികത്തിൽ ഇടുന്നുള്ളൂ, നമ്മുടെ സിറ്റിയിൽ ഇടുന്നില്ല. എന്തായാലും നന്നായി. അപ്പൊ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ പറയുന്നത് ബിലാല. അവൻ ഇന്നിരുന്ന് കൺവേർട്ട് ചെയ്ത ബിലാലാണ്. ഇത് എന്നത്തെ വീഡിയോയാ? ഇതെല്ലാം ആ ഒക്ടോബർ 2024 അപ്പൊ ഉള്ള വീഡിയോ. അതായത് ഈ വീഡിയോയിൽ പറയുന്ന ആള് ഇന്നിപ്പോ ലൈവില് വന്നിട്ട് ഹാക്കിട്ട് മൂഞ്ചി അല്ലെങ്കിൽ ഹാക്കിട്ട് എന്റെ KV ഉള്ള ഒരു ഹാക്കിട്ട് തൊലിച്ചു അല്ലെങ്കിൽ ഇതാക്കി എന്ന് പറയുന്ന ആളുടെ വോയിസ് ആണ്. നീ കേട്ടോ അത് ഈഗിളത്ത് റിയാക്ട് ആക്കുന്ന ക്ലിപ്പാണ്. ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ, ഈ ഫയൽ ഇട്ട് കളിച്ചു വലിയ ജീവൻ പോണ ദിവസമൊന്നുമല്ലല്ലോ. എത്ര പേര് BGMലൊക്കെ ഹാക്കിട്ട് കളിക്കുന്നുണ്ട്, അതേപോലെ ഓരോ ഗെയിമില് ഹാക്കിട്ട് കളിക്കുന്നുണ്ട്. ഇതൊരു ഗെയിമാണ്, അതില് ഹാക്കിട്ട് കളിക്കാൻ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല, നോക്കിക്കൊല്ലാൻ പറ്റൂല. അവന്റെ വിചാരം ഈ ഫയലിട്ട് കളിക്കുന്ന വിചാരിച്ച് വലിയ എന്തോ കൊലപാതകത്താന്ന് വിചാരിച്ചേ. നിങ്ങൾ ഈ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ പറയണ നല്ല ഹൈറ്റുണ്ട് TVയില് കേട്ടോ. ഈ പറയുന്ന ആളാണ് ഇന്ന് വന്നിട്ട് പറയണത് ഹാക്ക് ഇട്ട് കളിച്ചു, അയ്യോ KV ഉള്ള ഒരു ഹാക്കാണ്. ഈ പറയുന്ന ആൾക്കെങ്കിലും കുറച്ച് ഇതേപോലത്തെ മാന്യനാണ്, അല്ലെങ്കിൽ ഇതേപോലത്തെ ഹാക്ക് ഒന്നും ഇടാത്തൊരു മാന്യനാണെങ്കിൽ പറയുന്നതിൽ കുറച്ച് ഉളുപ്പുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഉളുപ്പുണ്ട് എന്ന് പറയാം. ഈ ഹാക്ക് ഇട്ട് മൂഞ്ചിച്ച ഗാങ്ങിന്റെ ലീഡർ എന്താണോ ഈ ഇവൻ തന്നെ അല്ലെ, ഇവരെ ഗാങ്ങിലുള്ളവർ ഇട്ട് കളിച്ച് കൊടുത്തുള്ളതിൽ ഒരു പ്ലെയർ ആണ് ഉള്ളത്. അതും KV ഉള്ളതല്ല, KVയിൽ മുന്നേ കളിച്ചുള്ള. അത് KVയിൽ അറിഞ്ഞ സമയത്ത് നമ്മൾ അവനെ പിടിച്ച് കിക്ക് ചെയ്ത് കളഞ്ഞു, അവനെ കളഞ്ഞു. കളഞ്ഞപ്പോ ഉള്ള വീഡിയോ അവടുത്ത് കാണിക്കുന്നേ. അത് ആരാ കൊടുത്തതെന്ന് ഊക്കിയാന്നേ ഉള്ളൂ. അവിടെ ആ കൊടുത്ത ആൾക്കാർ തന്നെ ഇരുന്ന് പറഞ്ഞ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇവരൊക്കെ എന്താണ് തലക്ക് സുഖല്ലേ? ഇത് നമ്മളന്ന് ഇതിനുള്ള അന്നേ നമ്മൾ കൊടുത്തു വിട്ടതാ. അത് തന്നെ അവ വീണ്ടും എടുത്തു വെച്ചു. ഇത് നോക്കുമ്പോ ഇത് ആരെയും കണ്ടിട്ട് പോലും ഈ വീഡിയോ. അതായത് ഈ വീഡിയോ ഇല്ല, ഈ വീഡിയോ ഒന്നും ആരും കണ്ടിട്ട് പോലും ഇല്ല. ആകെപ്പാടെ എനിക്ക് 535 പേരെ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മളല്ല, ഇത് KV അല്ല അവരാധിക്കുന്നേ. ഹെൽഫയറിന്റെ ഫയൽ പിന്നെയും തൂക്കി 1 ഇയർ മുന്നേ 535 വ്യൂസ്. നീ കണ്ടോ? ഇതിരുന്ന് പറയുന്ന ആരൊക്കെയാന്ന് കണ്ടോ? സ്രാങ്ക്, ഇപ്പൊ MRC ഉള്ള ഫാൽക്കൺ, ബാക്കി ടെക്സാസിലുള്ള DNL, ഇപ്പൊ MRC ഉള്ള DNL, പിന്നെ MRC ഉണ്ടായിരുന്ന കൊച്ചാപ്പി, മൊയലുണ്ട്, ഇതില് പൃഥ്വിയുണ്ട്, പിന്നെ രാജു ഉണ്ട്, സ്പീഡുണ്ട്. ഇവരൊക്കെ പറയുന്നത് പോരെ, നമ്മൾ പറയുന്നില്ല. മിക്ക ആൾക്കാരും പറയായിരിക്കും ഇതൊക്കെ 2024 ഇത് ഫുള്ള് കാണണോ അതോ ഫുള്ള് കാണാൻ? ഇത് ആരും കണ്ടിട്ടില്ല പോലും. ഇതൊന്നും ആരും പിന്നെ ഇതില് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് KVക്ക് എതിരെയാണ്. അത് ഇവിടെ 3:10 ഇവിടെ KVക്ക് എതിരെയാണ്. അതിന്റെ ലിങ്ക് നിർത്തേ, ഇനി ആരെങ്കിലും ഫുള്ളായിട്ട് കാണാൻ അവർക്ക് കണ്ടോട്ടെ. ചാനൽ എനിക്ക് ഇടാൻ പറ്റുമോ? ലിയോക്ക് ഞാൻ വാട്സപ്പ് അയച്ചു തരാം. ലിയോ ഞാൻ ആർക്കെങ്കിലും ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ ഫുള്ള് കണ്ടോട്ടെ. അല്ല, ഇതില് പറയുന്നുണ്ട് പഴശ്ശിയുടെ കേസും ഇതിലെ ഉമാര് പറയുന്നുണ്ട്, ഫാൽക്കണൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കാൻ നിൽക്കില്ലേ? കറക്റ്റ് ഈ വീഡിയോ തന്നെ ഉണ്ടോ? ഒരു ഗ്യാങ്ങിൽ 8 പേര് ഫാൽട്ട് കളിക്കുന്ന ഒരു ഗ്യാങ് ഞാൻ കാണിച്ചത്. 8 പേര് ഫാൽട്ട് കളിക്കുന്ന ഒരു ഗ്യാങ് ഞാൻ കാണിച്ചത്. 8 പേര് സംഭവം എന്താണ് ഞാൻ കാണിച്ചു തരാം. സംഭവം ആരൊക്കെ കാര്യം അറിയത്തില്ല, ചില പുതിയ വന്നവർക്ക് കാര്യം അറിയത്തില്ല. മാക്സിമം ലിങ്ക് ചെയ്തേക്ക്. ഓക്കെ, അപ്പോ സീനെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു വാർ നടന്നു, ACT ആയിട്ടൊരു വാർ നടന്നു. അപ്പൊ ആ വാറില്
വാറിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ വാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായപ്പോഴത്തേക്ക് ഫാൽക്കൺ പോയി ഒന്ന് വണ്ടിക്ക് ഇടിച്ച് തെറിച്ച് വീഡിയോ അവരുടെ POV ക്ലിയർ വീഡിയോ, ഫാൽക്കന്റെ POV പാർഷ്യൽ വീഡിയോമേ ഉള്ളൂ, കാർട്ടി വീഡിയോ ആയിട്ടില്ല. ഓക്കെ, അപ്പൊ അഡ്മിൻസ് അതിന് ഡിസിഷൻ എടുത്തിട്ട് അഡ്മിൻസ് കറക്റ്റ് ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാതെ അഡ്മിൻസ് അതിനകത്തുള്ള ആ രണ്ടുപേരെയും റീഎൻട്രി ചെയ്യിപ്പിച്ചു. രണ്ടുമല്ല, ഒരാളെ റീഎൻട്രി ചെയ്യിപ്പിച്ചു. എന്നിട്ട് അമർ കൊണ്ടുവന്ന മറ്റേ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഗ്യാങ് വണ്ടി. ആ വണ്ടി നമ്മുടെ മുമ്പിൽ നടന്നത്. ഓക്കെ, ഇവര് വാറ് പോസ് ചെയ്തിട്ട് ഇവന്മാര് മൊത്തം പോസ്റ്റ് മാറിക്കൊണ്ടിരുന്നിട്ട് ഇവന്മാര് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവര് നമ്മള് തിരിച്ചു കയറാൻ പറഞ്ഞിട്ട് തിരിച്ച് മാറുന്നില്ല. പോസ്റ്റ് ഇട്ടിട്ട് അമ്മ സിറ്റുവേഷൻ പോസ്റ്റ് ഇട്ടുണ്ട്. എന്നിട്ട് അമ്മരത് അവിടെ നിന്ന് പൊസിഷൻ ചെയ്ത് പോയി. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെ അമ്മരത്ത് പോയി പറഞ്ഞു അമ്മ മാറില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ എന്തൊക്കെ താളം വിട്ട് എന്നിട്ട് അമ്മര് പോയി. അത് കഴിഞ്ഞിട്ട് അത് ഓക്കെ, അതൊന്നും അഡ്മിൻസ് കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് അഡ്മിൻസ് നമ്മൾ ഇമ്മറെ വണ്ടി എന്നിട്ട് വാർ റെസ്യൂമേ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇമ്മറെ നമ്മുടെ വണ്ടി എല്ലാം എടുത്തിട്ട് നമ്മൾ റിപ്പയർ പോയപ്പോഴേക്കും അമ്മ നമ്മളെടുത്ത വണ്ടി അമ്മർക്ക് തിരിച്ചു വേണമെന്ന് പറഞ്ഞു. അഡ്മിൻസ് വന്നിട്ട് പറഞ്ഞു നമ്മളൊന്നും തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അഡ്മിൻസ് നമ്മളായിട്ട് സംസാരമായിട്ട് അഡ്മിൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ആ വണ്ടി ആ വണ്ടി ഏത് കണ്ടീഷനിലായിരുന്നു ആ കണ്ടീഷനിൽ തന്നെ ആ സെയിം സ്ഥലത്ത് തന്നെ കൊണ്ടിടാൻ പറഞ്ഞു. ആ വണ്ടി ടയർ മൊത്തം പൊട്ടി ചറ പറയാന്ന് പറയുന്ന വണ്ടി അതേപോലെ 5 ടയർ പൊട്ടിച്ച് അവിടെ കൊണ്ടിട്ട് വാറ് റെസ്യൂം ഇടുന്നതിന് മുമ്പ് ഇവന്മാരെ ഒന്ന് വണ്ടി എടുത്തിട്ട് വാറ് റെസ്യൂം ചെയ്തു. ഓക്കെ, വണ്ടി എടുത്ത് മൊത്തം പറയാം. വണ്ടി എടുത്തപ്പോ തന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോയേ. വണ്ടി എടുത്ത് ഇടിച്ച് പിന്നാലെ പോയതും നമ്മള് മൊത്തം അല്ല ഇപ്പൊ പോവാ അവരെ പറ്റില്ല. നമ്മളാ വണ്ടി മീൻസ് എന്ത് ഊമ്പാന് എനിക്ക് ഞങ്ങളെന്ത് പൊട്ടന്മാരാ. കൊറേ കുണ്ണാളുണ്ടല്ലോ, കൊറേ കുണ്ണാള് ഇതിനിടയിൽ കൂതിയും കുത്തി പോയതൊക്കെ കണ്ടായിരുന്നു കേട്ടോ. എന്താ പറഞ്ഞാ ചില മാണങ്ങള് മറ്റേ ടിവിയുടെ വാൾ ഉൾപ്പെടെ മറ്റേ ഫയലിട്ട് കളിച്ചിട്ട് അണ്ണന്മാര് മറ്റേ എന്തായിരുന്നു മോഡം കത്തിപ്പോയി അവന്റെ അണ്ണ കുണ്ണ. അല്ല അത് വേണോ ശ്രാങ്ക? ഇവര് ACT തന്നെ ഉണ്ടല്ലോ TKRP 3-4 ഫയൽ ഇട്ടിട്ട് KVക്കെതിരെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കേട്ടോ ഇപ്പൊ വന്ന പുതിയതായിട്ട് ജനിച്ചുള്ള KVക്കെതിരെ അത് ഞാൻ പറയാതിരിക്കരുത്. ACT വേഴ്സസ് KV ഒരു വാർ നടന്നത്, ടൈറ്റ് വാർ. ആ ടൈറ്റ് വാറിലാണ് ഞാൻ പറഞ്ഞില്ലേ പണ്ട് പഴശ്ശി മറ്റേ ഫാൽക്കൺ ഫയലാന്ന് പറഞ്ഞിട്ട് ഒരു PO എല്ലായിടത്തും വന്ന് കാണിച്ചിട്ടുണ്ടെന്ന്. ആ വാറില് ഈ പഴശ്ശി KVയിലെ പഴശ്ശി ഉൾപ്പെടെ ഫയലിട്ട് കളിച്ചാ, മനസ്സിലായോ? അതായത് ACT വാറിലെ കാര്യം ഈ പറയുന്നത് KVക്കെതിരെ കളിച്ച കാര്യം. അതായത് ആ സമയത്ത് പഴശ്ശി പറയുന്നത് ACT കളിച്ച പ്ലെയർ ആണ്. അതായത് ഈ HFലെ മെയിൻ ആൾക്കാരാണ് അതിൽ കളിച്ചിരുന്നത്. ഇവരാൾക്കാരാണ് ആ ഫയൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അവര് കളിച്ചത് ഓപ്പോസിറ്റ് KVയുടെ എഗെയിൻസ്റ്റ് ആണ്. ആ വാറിൽ ജയിച്ചത് അതിൽ 7 പേരായിട്ടാണ് അതിൽ മറ്റേ ഹാക്ക് ഇട്ട് കളിച്ചിട്ടുള്ളത്. ഓപ്പോസിറ്റ് കളിക്കുന്നത് നമ്മുടെ KVയുടെ ഓപ്പോസിറ്റ് കളിക്കുന്ന ACTയിൽ അന്ന് 7 പേരായിട്ടാണ് ഹാക്ക് ഇട്ട് കളിച്ചിട്ടുള്ളത് KVക്കെതിരെ. ആ കളിച്ച കളിയിൽ ജയിച്ച ടീമാണ് KVയെ, മനസ്സിലായോ? അങ്ങനെ വീണിട്ടുള്ള പേരാണ്. അന്നത്തെ ദിവസം ഒരാളെ ഹാക്കിന് പിടിച്ചു. അവിടെ 7 പേരിട്ടതില് ഒരാളെ മാത്രമേ പിടിച്ചിട്ടുള്ളായിരുന്നു. നമുക്ക് കാരണം വേറൊന്നുമല്ല, 6 പേര് വണ്ടിയിൽ നിന്ന് പിടിച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാള് മാത്രമാണ് അന്ന് പിടിക്കപ്പെട്ടത്. ബാക്കി 6 പേര് അന്ന് ഇതിലായി രക്ഷപ്പെട്ടു. അവന്മാരാണ് അടിക്കുന്നത്. ഈ പറയുന്ന ആളാണ് ഈ പറയുന്നത് തന്നെ നിങ്ങളാണല്ലേ പറയുന്നത്. ഇപ്പൊ ബിലാല് അതിലല്ലേ പറയുന്നോ? ഇത് അവരാധിക്കുന്നത് ഇതൊന്നും ആരും കണ്ടിട്ടില്ല. ഇവിടെ അമ്മ ഈ സ്ക്രീൻ ഷെയർ ഉണ്ടോ? KVയിലെ പഴശ്ശി ഉൾപ്പെടെ ആ പാറിൽ ഫയലിട്ട് കളിച്ച ആ ഫയലിട്ട് കളിച്ചതിന്റെ പ്രൂഫ് അന്ന് കൂടെ ഉള്ളമാർ തന്നെയാണ് പറഞ്ഞത്. അവന്റെ കൂടെ ഉള്ളമാർ തന്നെയാണ് പറഞ്ഞത് പഴശ്ശി ഉൾപ്പെടെ ഫയലിട്ട് കളിച്ചെന്ന്. എന്നിട്ട് ഈ റീസെന്റ് രണ്ടുപേരെ ഒരുത്തനെ കയറ്റി അതേപോലെ KVനെ ഇറക്കി വിട്ടു. ഓക്കെ, അത് ആരാന്ന് വെച്ചാൽ റോമനെ നമ്മള് കയറ്റി ഇന്ന് അവൻ കാണിച്ച POV അതിൽ റോമന്റെ ഉണ്ട്. ആ ഫുൾ POV അവന്റെ അടുത്ത് കാണിക്കാൻ പറഞ്ഞത്. ഇന്ന് അവൻ എന്തോ ഒരു POV എടുത്ത് വെച്ച് കാണിച്ചില്ലേ? ആ POV ഫുള്ളായിട്ട് പകുതിയായിട്ട് കാണിക്കാതെ ഫുള്ളായിട്ട് അതല്ല എല്ലാം ഉണ്ട്. ആക്ഷൻ എടുക്കുന്നുണ്ട്. അത് മാത്രം അത് ഫാൽക്കൺ കൊടുത്തതായിരിക്കും. അതില് ഫുള്ളായിട്ടുള്ളത് കാണിക്കാൻ പറയണം. ഒരു സെക്കൻഡ് അതായത് ഫുള്ളായിട്ടുള്ള കാണിക്കാൻ പറയണം. അതില് റോമൻ ഇതേപോലെ ഇരുന്ന് കരയുന്നതും നമ്മൾ ഇവിടുന്ന് ഇറക്കി വിടുന്നതും എല്ലാം കാണിക്കാൻ പറയണം. അല്ലാണ്ട് ഈ മറ്റേ പകുതി വരെ കാണിച്ചിട്ട് അതങ്ങനെ ചെയ്യരുത്.
ഫുള്ളായിട്ട് നീ എന്തായാലും കൺവേർട്ട് ചെയ്യല്ലേ, അപ്പൊ ഫുള്ളായിട്ടിരുന്ന് ഇത് കാണിക്കാനുള്ള ഉത്തരവാദിത്വം അത് നിനക്കുണ്ട്. അല്ല അത് പറഞ്ഞതിന് ശേഷം അവനൊരു ഡയലോഗ് പറയുന്നുണ്ട് ബിലാല്. അതായത് ഇങ്ങനെ ഹാക്ക് ഇട്ട് കളിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്പോസ് ആയിട്ടുള്ള ഒരാളെ പിടിച്ചിട്ട് KVL പിടിച്ചിട്ട് co-leader ആക്കിന്ന്. മൊയിലു അങ്ങനെ പറയുമ്പോഴേ മറ്റേ എടാ, വീഡിയോ ഒന്നുകൂടി എടുത്ത് എടാ, കാണിക്കണം. എടാ, തല ഞാൻ- പോണ കേസല്ലല്ലോ. എടാ ഞാനത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, ഞാൻ അറിയാം ഇതെപ്പോഴും അവനെ പിടിച്ച് co-leader ആക്കിന്ന്. ഞാൻ ഗ്രൂപ്പിൽ ചോദിക്കുകയും ചെയ്തു, എപ്പോഴാ പഴശ്ശിനെ പിടിച്ച് co-leader നമ്മളാക്കിയതുള്ളത്. എടാ ഇതൊക്കെ എന്ത് അണ്ടിയുടെ ബേസിലാണ് അത് പറയുന്നത്. ഒരു എത്തുന്നെങ്കിലാണ് ചുമ്പങ്ങ് പറയാ, വായ തോന്നിയങ്ങോട് വിളിച്ചു പറയാ. ഇല്ല മയിലു, അവനത് പറയാൻ എന്താ അർഹത ഉള്ള? ഇതേ അതാ, ഈ റോമനെ അത് പറഞ്ഞവനാ, അത് ഇല്ല, പറഞ്ഞവൻ തന്നെ റോമനെ- ഹാക്ക് ഊമ്പിട്ട് കളിച്ച HS പറഞ്ഞിട്ട് അത് മാത്രമല്ല നമ്മളെ ഇതല്ല ഇത്രയും ഇവിടെ പറഞ്ഞിട്ടും KV ഡൗൺ എന്ന് പറഞ്ഞ ഇട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഡൗൺ ഒരു കാര്യം പറയട്ടെ, അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിച്ചോളൂ. അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് തോന്നുന്നത് അടുത്ത ടാക്ടിക്സ് എന്താ, നമ്മൾ ഇന്നെ ഇവരെ പിടിച്ച് തല്ലുമ്പോ നമ്മള് ഫയലാന്ന് പറയണം. അതിന് വേണ്ടിട്ട് ഈ ടാക്ടിക്സ് അതിന് വേണ്ടിട്ട് അല്ല, ഇവിടുന്ന് ഒരു 3-4 അങ്ങോട്ട് വന്നിട്ടില്ല. അവന്മാരുടെ അടുത്ത് ചോദിച്ചാൽ മതി നമ്മള് ഫയലാണോ അല്ലയോന്നേ. ഇല്ല അത് മാത്രല്ല ഇവൻ പറയുന്നുണ്ടല്ലോ, നമ്മള് ഫയലിട്ട് അറിഞ്ഞപ്പം പഴശ്ശിനെ പിടിച്ച് കോലിട്ട് ആക്കിയെന്ന്. അല്ലല്ല റോമനെ നമ്മൾ ഇവിടെ ഫയൽ എന്ന് പറഞ്ഞ് അവനെ ഇവിടെ നിന്ന് കിക്ക് ചെയ്തതിനു ശേഷം HF റോമൻ കളിച്ചല്ലോ. നിങ്ങൾ എന്തിനാ കയറ്റി കളിപ്പിച്ചവനെ? അതിനുശേഷം അവൻ കുറെ കാലം അവിടെ കളിച്ചല്ലോ HF. റോമ വീണ്ടും കളിച്ചു. നമ്മളാണ് വലിച്ചിട്ട് അവനെ മാറ്റിപ്പിച്ചത്. നമ്മൾ അന്നും അവന്റെ അടുത്ത് പറഞ്ഞതാ, വിട്ടോ എന്താന്ന് വെച്ചാ എന്തൊരു വിരോധാഭാസം. ഹോക്കി വേറൊരുത്തനില്ലേ മാരിയുടേത്, മാരി അവര് കൺവിൻസ്ഡ് ആയല്ലോ. ഒന്നുമില്ല, നിങ്ങൾ മാരിയെ തിരിച്ചെടുക്കും. മറ്റേ CK മാരിയെ നിങ്ങൾ തിരിച്ചെടുക്കുമ്പോ മാരിക്ക് അവിടെ പെർമനന്റ് ബാന് വീഴുന്ന ഒരു സാധനം ഉണ്ട്. അത് അപ്പൊ അത് വീഴണോ? അത് വീണ് കഴിഞ്ഞാല് ബാക്കിയുള്ള സാധനങ്ങൾ പുറത്ത് വരും. അവന് തിരിച്ചെടുക്കട്ടെ. അനിയൻ PC മറ്റേ ഡെലിറ്റ് ആക്കി എന്ന് പറഞ്ഞ് ഓടിയതൊക്കെ മറ്റേ ഓഡിയോ സഹിതം എല്ലാം കാണിച്ചു തരാം നിനക്ക്. നീ നമ്മൾ സസ്പെൻഷൻ കൊടുത്തില്ല 15 ദിവസം. നിങ്ങൾ എന്താ പറയണേ? ഉണ്ടാണ്ടിരി 15 ദിവസം സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് അവർക്ക്. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് നമ്മളിവിടെയൊക്കെ ഹാക്ക് പിടിച്ചപ്പോലെ അവനെ പിടിച്ച് ഗ്യാങ്ങിന്നേ കളയുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ പഴശ്ശി അവൻ ACT ഉള്ള സമയത്താണ് ഹാക്ക് ഇട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ KVL അവനുള്ള സമയത്താണ് നമ്മൾ അറിയണത് ഇതേപോലെ ഹാക്ക് ഇട്ടിട്ടുണ്ടെന്ന്. ആ സമയത്ത് തന്നെ അവനെ പിടിച്ച് KVL പുറത്താക്കിയിട്ടുണ്ട്. അല്ലാണ്ട് ഇതേപോലെ 48 സെക്കൻഡ് സസ്പെൻഷൻ കൊടുത്ത് ഇരിക്കല്ലേ ചെയ്തുള്ളത്. അവനെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇപ്പൊ പൃഥ്വിയുടെ മറ്റൊരു കേസാണ്. ഇതേപോലെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് നമ്മൾ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായിരുന്നു പൃഥ്വി. നമ്മുടെ അത്രയും KVയുടെ കോറായിട്ട് നിന്ന ആളാണ്. അവരെ പോലും നമ്മൾ പിടിച്ചു കളഞ്ഞ്. അത് നമുക്ക് ഈ ഗ്യാങ്ങിനോടുള്ള ഒരു എത്തിക്സ് അല്ലെങ്കിൽ അതിന്റെ പുറത്ത് മാത്രമാണ്. അല്ലാണ്ട് ഇതേപോലെ 48 സെക്കൻഡ് സസ്പെൻഡ് കൊടുത്തിട്ട് ഇവരെ തിരിച്ചു എടുക്കാനുള്ള അതിലും വേറെ ഒരു സർക്കിളിന്റെ കൂടെ പോയിരുന്നിട്ടാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. അതായത് മനസ്സിലായില്ലേ, നമ്മൾ ഇതിനകത്തുള്ള എല്ലാരും കൊണ്ട് ഇരുന്ന് വെട്ടിയടിച്ച് നല്ല ഇതിനകത്ത് കാണിക്കുന്നത്. മനസ്സിലായ? പിന്നെ ക്യാഷ് നേരത്തെ ലൈവ് പറഞ്ഞില്ല ഈ കാര്യം. അത് എനിക്ക് നേരത്തെ ലൈവ് കേട്ടപ്പോൾ എനിക്ക് ഒന്ന് കുറച്ചും കൂടി മനസ്സിലാവാനുണ്ടെന്ന്. നേരത്തെ പറഞ്ഞ ഇതില്ലേ, അതായത് നമ്മള് ഈ നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ 2024 ആ സമയത്ത് ഇപ്പം നിങ്ങൾ നേരത്തെ ഈ ബിലാലിന്റെ ലൈവ് കണ്ടതിലുള്ള പകുതി ആൾക്കാരും ഇപ്പൊ അതില് TVLാണുള്ളത്. മനസ്സിലായോ? ഓക്കെ, അന്ന് അതിനകത്ത് നിങ്ങൾ കറക്റ്റ് എടുത്ത് നോക്കിയത് ഈ പറയുന്ന നമ്മളൊക്കെ അന്ന് കളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന ACT എന്ന് പറയുന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിലായിരുന്നു ഈ പറയുന്ന പഴശ്ശി. അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിലുള്ള ഫാൽക്കൺ എന്ന് പറയുന്നവനൊക്കെ നമ്മുടെ കൂടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഫാൽക്കണും ഞാനും പോയ വണ്ടിയിലുള്ളവൻ നമ്മൾ 2 പേരെയായിരുന്നു. അതായത് നമ്മളൊരു വണ്ടിയായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്തു. അതിനകത്ത് 4 പേരുണ്ട്. 3 പേരെ അടിച്ചതിന് ശേഷം അതിൽ ഒരുത്തം ബാക്കി ഉണ്ടായിരുന്നു. അവനാണ് നമ്മൾ 2 പേരും അടിച്ചത്. അവനായിരുന്നു ഹാക്ക് ഇട്ടത്. ആർച്ചർ അവനായിരുന്നു. അതായത് അവരെ ഗ്യാങ്ങിനുള്ളിൽ ആകെ ഒറ്റൊരുത്തം മാത്രമേ പിക്ക് എടുത്തിട്ടുള്ളൂ. 7 ആൾക്കാരെ ഡൗൺ ആക്കി അവൻ. ബാക്കി ഒറ്റൊരുത്തം പോലും പിക്ക് എടുത്തില്ല. ആലോചിക്കുക, അതായത് ഹാക്ക് ഇട്ടിട്ട് 7 പേര് കളിച്ചിട്ട് ഹാക്ക് ഇട്ടതിൽ ഒരുത്തം മാത്രമേ പിക്ക് എടുത്തിട്ടുള്ളൂ. ഈ പറയുന്ന രാജുവിന്റെ കാണും യവന്മാരൊക്കെ സാധനം. പക്ഷെ യവന്മാരൊക്കെ ഇപ്പൊ ചന്തി അല്ലേ. അപ്പൊ ഈ ഒന്നും എടുത്ത് അങ്ങനെ റിവീൽ ചെയ്യത്തില്ല. ഇപ്പൊ എല്ലാം ഒറ്റ സെറ്റ് അല്ലേ യവന്മാരെല്ലാം. ഇപ്പൊ ആരൊക്കെയാ ഹാക്കെന്ന് പോലും അറിയത്തില്ല അതില്. ഇനിയും മറ്റേ KV ഉള്ള ഒരു ഹാക്ക് ഇട്ടാണ് കളിക്കുന്നത്. അല്ലെ ഇതേപോലെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റേ MRC ഉണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ KVയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇതേപോലെ മറ്റേ MRC പോയ ആൾക്കാരുണ്ടല്ലോ, അവരോടും ചോദിച്ചിട്ട് അവരെന്നെ പറയട്ടെ. KV ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഇതേപോലെ മറ്റേ DC ഇരുന്നിട്ട് അല്ലെ എവിടെ ഇരുന്നിട്ട് ഇതേപോലെ ആരെങ്കിലും മറ്റേ ഹാക്ക് ഇട്ടിട്ട് മൂജിച്ചോ അല്ലെങ്കിൽ KV ഉള്ള ഒരു ഹാക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഹാക്ക് ഇട്ട് KV ഉള്ള സമയത്ത് കളിച്ചിട്ടുണ്ടോ അവർ തന്നെ പറയട്ടെ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അവർ പ്രൂഫ് ആയിട്ട് വരട്ടെ. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ ആക്ഷൻ എടുക്കാം. വേറെ ആക്റ്റീവ് ആയിട്ടുള്ള പ്ലേയേഴ്സോ വേറെ ആരൊക്കെയുള്ള പ്രൂഫ് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണിക്കട്ടെ, കാണിക്കാൻ പറ. ഇത് മറ്റേ HFലുള്ള എന്തോ അബിയോ അവരെ ലീഡറോ അങ്ങനെ ആരൊക്കെയോ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതാന്ന് തോന്നുന്നു യവന്മാർക്ക്. ഇതൊന്നും വലിയ കാര്യമില്ല. എന്തായാലും ലിയോടാ ഈ വീഡിയോ മൊയിലുവിന്റെ ചാറ്റിലൊന്ന് പിൻ ചെയ്തേ കാണാൻ.
ചുമ്മാ ഇല്ലേ ഒരു 6 മാസം എത്ര എനിക്കൊന്ന് കുറച്ച് 8-7 മാസം മുന്നേ ഉള്ള ഒരു ലൈവ് ഉണ്ട്, അതെടുത്ത് കാണിച്ചു കൊടുത്ത് നമ്മൾ തന്നെ ഇട്ടത് ഈ ആക്ടിന്റെ കേസിൽ ഇവരെ പിടിച്ച് സസ്പെൻഡ് ചെയ്ത അത് ഇത്രയും പ്രശ്നം നമ്മൾ ഈ അത് പിന്നെ സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം, അല്ലാണ്ട് പണ്ട് 50-ൽ നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറെ കാര്യം പറയാനല്ലോ. കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇട്ടിട്ടുണ്ട്. കൂടി ഇടാം കിട്ടിയോ? സൂക്ഷിക്കണേ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇത് വന്നിട്ടുണ്ട്, പ്രശ്നമുണ്ട്. നമ്മളെ പറ്റിയൊക്കെ പെണ്ണ് കേസ് ഉണ്ടോ തപ്പാൻ വേണ്ടി ഒരു ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും തൂക്കി എല്ലാരും ഇപ്പൊ പൈസ കൊടുത്ത ആൾക്കാർ ഇറക്കോ പറയാൻ വേണ്ടിട്ട്? ഒരു തന്നെ കുണ്ടൻ കേസിനൊക്കെ അറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. സർവറിലൊക്കെ പ്രശ്നമാവുന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഞങ്ങളായിട്ട് അപ്പൊ ഞാൻ ഹെൽപ്പ് കൊണ്ടിരിക്കട്ടെ എന്തെങ്കിലും ഇഷ്യൂ സംസാരിക്കണം നീ പറഞ്ഞ എന്നിട്ട് ഞാൻ പോയി സംസാരിച്ചു പുള്ളിയായിട്ട്. അത് ക്രിസ്പ്ര വന്ന് സംസാരിച്ചു. പിന്നെ മറ്റേ നേരത്തെ ഹോക്കി ഒരു സാധനം ചോദിച്ചില്ല, ആരോ തിരിഞ്ഞിങ്ങനെ പെട്ടെന്ന് അടിക്കുന്നത്, അതൊന്ന് കാണിച്ചേ. റിയോണിന്റെ ചാറ്റ് ചാറ്റൊക്കെ എന്റെ ഇരിപ്പുണ്ട്. ഞാൻ കാര്യം പറയാം. അല്ല ഒരു സെക്കൻഡ്, നമ്മളിത് കൺവേർട്ടിംഗ് ഒന്നും അല്ല, ഇന്ന് ഒരുത്ത അവിടെ കൺവേർട്ട് ചെയ്യാൻ വന്നതിന് നമ്മൾ റിപ്ലൈ അതിനുള്ള റിപ്ലൈ ആണ്. അതായത് അല്ല ഒന്നുമല്ലടാ, ഒന്നും വേണ്ട, ഒന്നുമല്ല. ഇപ്പൊ റീസെന്റ് മറ്റേ ആ ബുള്ളും ഞാനുമായിട്ടുള്ള ഒരു 1v1 കളിച്ച് അത് കണ്ടിട്ട് ഹാക്കാന്ന് പറഞ്ഞ മറ്റേ ID ബുദ്ധിയില്ലാത്തമാരാണ്. അത് എന്റെ POV ആണ്, ഞാൻ ലൈവിലെ കളിച്ചുള്ളൂ, അവനും എനിക്കൊന്നും ലൈവിലെ കളിച്ചുള്ളൂ, രണ്ടുപേരും ലൈവിൽ കളിച്ചുള്ള POV ആണ്. അത് വരെ കണ്ടിട്ട് അത് ഫയലാണ് ഹാക്കാണ് പറഞ്ഞുള്ള അവന്മാരാണ്. അവന്മാരത്തെ എങ്ങനെ അത് അവരുടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? പിന്നെ അത് മാത്രല്ല, മറ്റേ സിയോന്റെ ഓണർ ഉണ്ടല്ലോ സ്കൈ എന്ന് പറഞ്ഞ പുള്ളി, ആ പുള്ളി പീറ്റർ മാക്സിന് കുറെ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ആരൊക്കെ ഹാക്കാന്ന് പറഞ്ഞുള്ളത്. ഞാൻ ഈ പറയുന്ന ഞാൻ ഈ പറയുന്ന സംഭവിച്ചാൽ എല്ലാവരും ഉദ്ദേശമല്ല, അല്ലെങ്കിൽ അവരെ ഓഡിയൻസ് എല്ലാവരും, പക്ഷെ ഇതേപോലെ ഈ ബുദ്ധിയില്ലാണ്ട് എന്ത് കേട്ടാലും അവിടുന്ന് പറയുന്നത് വിശ്വസിക്കുന്ന കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അവരെ ഉദ്ദേശിച്ചാണ് അല്ല മനസ്സിലാവുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഇതല്ലാണ്ട് അത് അതേപോലെ വിഴുങ്ങി വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഒന്നാമത് പഴശ്ശിയുടെ കേസില്ലേ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമല്ല, അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഒരുത്ത അവനൊക്കെ ഐഡാക്കി കിട്ടോ. അയ്യോ അതൊക്കെ മെയിൻ ഒരുത്തനാ, ബുദ്ധി മറ്റേ തലക്കകത്ത് തീട്ടോ മഞ്ഞ തീട്ടോ അവന്റെ. ഫ്രണ്ടിൽ നിൽക്കുന്ന വെള്ള കളറാണ് HFE കളിച്ച ടുട്ടുമോർ, ഹെൽഫയർ കളിച്ച പയ്യനാ. ബാക്കിൽ നിന്ന് ഒരു സിറ്റിസൺ ആണ്. സൗണ്ടില്ലേ? റിഫ്ലെക്സ് ഉണ്ടോ പയ്യന്റെ? അതാരാ? ടുട്ടുമോനാണോ? ടുട്ടുമോൻ ഇതാണ്. അല്ലേ ഇന്ന് അല്ല അവിടെ ഇന്ന് മറ്റേ ബിലാലിന്റെ ലൈവിൽ ഇരുന്ന് സംസാരിക്കുന്ന അത് പീറ്റർ മാക്സ് ആയിരുന്നോ? പീറ്റർ മാക്സ് ലൈവിലൊന്ന് സംസാരിച്ചോ? റെക്കോർഡ് പറയാ പഴശ്ശി പറഞ്ഞു പറയിപ്പിച്ചു. അപ്പൊ അവനെയും പർച്ചേസ് ചെയ്ത പഴശ്ശി ഫസ്റ്റ് ഫോൺ അടിച്ചിട്ട് പറഞ്ഞു VC ഇങ്ങനെ പറയണം ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പൈസ കൊടുത്ത് പീറ്റർ മാക്സിന്റെ മാക്സ് വേറൊരുത്തൻ, അവനും ഇപ്പൊ മറ്റേ PvP ബാനായിട്ട് എക്സ്റ്റാൻഡിസി കളിക്കാൻ പറ്റാതെ. 45 വീഡിയോ ഇപ്പൊ കാണിക്കണോ പിന്നെ കാണിച്ചാൽ മതി? അതൊക്കെ സമയമുണ്ട്, പിന്നെ മതി, പിന്നെ പതിയെ. ഇപ്പൊ നമുക്ക് ഇത്ര മതിയല്ലോ. ഓക്കെ ജസ്റ്റ് ആ മറ്റേ ലൈവ് ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തു. നമ്മൾ മറ്റേ ഇതിൽ നിനക്ക് ലിങ്ക് അയച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. അത് വേണ്ട ഒരു അല്ലാതെ പോയി കണ്ടു നോക്കിയാൽ വേണ്ട അത് വരട്ടെ. അല്ല ഞാൻ അവര് രണ്ടെണ്ണം നമ്മൾ മറ്റേ 7 മാസം മുന്നേ ലൈവ് ഇട്ടില്ലേ അവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തത്. കാരണം നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു പ്രൂഫ് വേണ്ടല്ലോ. ഇത് നമ്മൾ ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തൊരു സംഭവം. അത് ഒരു സെക്കൻഡ് ഇതാ ഇത് കണ്ടോ? ഈ സംഭവം നമ്മള് ഒരു 7 മാസം മുന്നേ ഓഗസ്റ്റ് 2025 ഇത് ആൾറെഡി നമ്മളിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യമാണ് ഈ ലൈവിൽ. അത് അമ്മായിയുടെ ചാനലിൽ കിടപ്പുണ്ട്, ശംഭുണ്ടൻ എന്ന് പറഞ്ഞിട്ട്. നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീസൺ പറഞ്ഞിടത്തേക്ക് HF പറഞ്ഞ ഗ്യാങ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ MRGVS അറിയത്തില്ലേ പറഞ്ഞുതരാം. HF പറഞ്ഞ ഗ്യാങ് ഉണ്ടായത് അവന്മാരെ അവിടുത്തെ ഡിസ്മാൻഡിൽ ചെയ്ത് പോയി. റീസൺ KVനെ തല്ലുകൊണ്ടിട്ട്, അതായത് ഡെയിലി കയറുക KVയുടെ തല്ലുകൊള്ളുക.
തല്ലുകൊണ്ട് എല്ലാ ടിവിന്റെയും കെവിന്റെ കയ്യിൽ ഡെയിലി തല്ലുകൊള്ളുക. ഇത് കാരണം എന്നിട്ട് ഇവന്മാർ ഇവിടുന്ന് ഡിസ്പ്ലേ പോയി ഓരോ ബഗ് യൂസ് ചെയ്തിട്ട് ഞാൻ ലൈവ് കുറെ ആൾക്കാർ ലൈവ് ഹെൽത്ത് ബഗ് യൂസ് ചെയ്തിട്ട് ഇവന്മാര് ആരും ചാവുന്നില്ല, വെടിവെച്ചിട്ടൊന്നും ചാവുന്നില്ല, ചുമ്മാ ബഗ് യൂസ് ചെയ്തിട്ട് ഇവന്മാരെ നിന്ന് അടിച്ചിടുക, കെവിയിൽ എല്ലാവരും അടിച്ചിടുക ബഗ് യൂസ് ചെയ്തിട്ട്. ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഇവന്മാര് സെർവർ ആൾക്കാരൊക്കെ തെറി വിളിച്ച് അവിടുന്ന് പെർമനന്റ് പഠിച്ച് ഡിസ്മാൻഡിൽ ചെയ്ത് പോയി. ഇനി ഞങ്ങൾ സെർവറിലോട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് പോയി അതേ സ്പീഡ് തിരിച്ചു വന്ന്. അത് വേറെ കാര്യം. എന്നിട്ട് പിന്നെ ആൾക്കാരെല്ലാം എന്നിട്ട് അവന്മാരെ ഒരു ലൈവ് ഇട്ട് പഴശ്ശി ഹാക്കിട്ട് കളിച്ചു പറഞ്ഞിട്ട് അതിന് റിപ്ലൈ ആയിട്ടുള്ള ലൈവാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത്, ഈ അമ്മായിന്റെ ചാനൽ ഇട്ടേക്കുന്നത്. അതൊന്ന് പോയി കണ്ടാൽ മതി നിങ്ങൾ. അല്ല പിന്നെ ഇവര് കേവ് എക്സ്പോസ്ഡ് പറയുന്നത് നമ്മൾ തന്നെ ഇത് ലൈവ് ഇട്ട് ഇതിന്റെ കാണിച്ചു കൊടുത്തുള്ള സംഭവമാണ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ ലൈവ് ഇട്ട് പറഞ്ഞാണ് പഴശ്ശി ഇതേപോലെ ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ അവനെ കാണുന്നുണ്ട്. മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണ്ടേ? അല്ല ഇത് പഴശ്ശി തന്നെ ഈ ലൈവില് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പഴശ്ശി തന്നെ അവൻ ഈ ലൈവിൽ നമ്മൾ തന്നെ അത് എക്സ്പോസ് ചെയ്തതാണ്. പഴശ്ശി ഇതേപോലെ ഹാക്കാണ്, അല്ലെങ്കിൽ അവനെ ഹാക്കിട്ട് കളിച്ചിട്ടുണ്ട്, അവൻ അതേപോലെ നമ്മൾ കിക്ക് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം പറഞ്ഞാണ്. എന്നിട്ട് അവൻ എപ്പോഴാ ഇട്ടേന്നും എല്ലാം അവൻ ഇതിൽ പറയുന്നത്. അത് ബുദ്ധിയില്ലാത്തല്ല, അത് അവർക്ക് അറിയില്ല. അവരിപ്പോ പുതിയ ഓഡിയൻസ് ആണ്, അവർക്ക് ഈ സംഭവം ഒന്നും അറിയില്ല. പക്ഷെ ഈ ലൈവ് വന്നിട്ട് ഇപ്പൊ നിനക്ക് ചെയ്യാനുള്ളത്, നിനക്ക് ഇച്ചിരി എളുപ്പമുണ്ടെങ്കിൽ ഈ ഫയലിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങി പോടാ, അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കാതെ. സത്യം. അല്ല ഈ പറഞ്ഞ ബിലാലിനൊക്കെ അത് അറിയുന്നതാണ്, ഈ ബിലാലിനൊക്കെ അത് അറിയുന്നതാണ്. എന്നിട്ടും അവൻ വന്നിട്ട് ഈ കൊണച്ചെന്ന് വെച്ചാൽ അത് അവർക്ക് അറിയാം. നമ്മളെ ഓഡിയൻസ് മറ്റേ IDs ആണ്, അവരോട് എന്ത് പറഞ്ഞാലും അവർ അത് ബുദ്ധിയില്ലാണ്ട് വിശ്വസിച്ച് ഇവിടെ വന്നിട്ട് തൂറുന്ന് അറിയാം. അതിന് പറഞ്ഞിട്ടാണ്. അല്ലാണ്ട് ഈ ബിലാലിന് ഇതൊന്നും അറിയാത്തോണ്ടാണ് ഈ മറ്റേ KV അല്ലെ പഴശ്ശി ഇവിടെ ലൈവിൽ വന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ബിലാലിനെ അറിയാത്തോണ്ടാണോ? കോഹ്ലിയുടെ അത്ര KVയുടെ പിടിച്ച് കോഹ്ലിയുടെ ആക്കി. എന്താണ് പിടിച്ച് കോഹ്ലിയുടെ ആക്കിയത്? നമ്മള് അങ്ങനെ പീറ്റർ മാക്സിന്റെ അടുത്ത് ഫോൺ വിളിച്ച് പറഞ്ഞ് VC കൊണ്ടുവന്ന് പറയിപ്പിക്കുകയാണെങ്കിൽ അവൻ ഈ സ്കൈഡോക്സ് എന്ന് പറയുന്നത് നമ്മുടെ സിയോന്റെ ഓണറാണ്. പുള്ളിയുടെ ചാറ്റിൽ മെയിൻ ഡെവലപ്പർ ആണ്. പുള്ളിയുടെ ചാറ്റ് ഒക്കെ എടുത്ത് നമുക്ക് കാണിച്ചു തന്നായിരുന്നു. ആ ചാറ്റിൽ പുള്ളി അയച്ച ഒരു മെസ്സേജ്, HF എത്ര പേര് ഫയൽ ഇട്ടിട്ടുണ്ടെന്ന് പുള്ളി അയച്ച ഒരു മെസ്സേജ് ഇതിൽ ഇരിപ്പുണ്ട്, ഈ വീഡിയോയിൽ ഇരിപ്പുണ്ട്. ഈ വീഡിയോ എന്തായാലും നമ്മളിപ്പോ കാണിക്കുന്നില്ല, അതെന്തായാലും സമയം വരുമ്പം അത് എന്താന്ന് വെച്ചാൽ കാണിക്കാം. അത് മാത്രമല്ല നിങ്ങള് മറ്റേ മാരിയെ തിരിച്ചു കയറ്റണം, അതും നമ്മുടെ സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ് ആണ്. അത് മാരിക്കുള്ളതുണ്ട്. ഫയലിട്ട സെർവർ ഓണർ ഒന്ന് അത് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ അതും പിന്നെ പറയാം. അപ്പൊ ഈ ഒരു 25 മിനിറ്റ് വീഡിയോയില് പീറ്റർ മാക്സ് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞ് പറയിപ്പിച്ചതാണോന്ന് അറിയത്തില്ല. അവൻ ഈ HF മാത്രമല്ല പറയുന്നത്, SRI കളിക്കുന്ന ആരെങ്കിലും പേരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ പൈലറ്റ് പ്ലേയേഴ്സിനെയൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ കളിപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഇനി വേറെ പുതിയൊരു സെർവർ തുടങ്ങണം, അല്ലെങ്കിൽ വേറെ സിറ്റി പോയി കളിക്കണം. എന്തായാലും എക്സാറ്റിസിൽ എനിക്ക് തോന്നുന്നു മാരിക്ക് ഇനി ബാന്. അത് വരട്ടെ അത് ഞാൻ ഒരു വീഡിയോ ഇടട്ടെ. എനിക്ക് MRC ഈ കാണുന്ന ലീഡേഴ്സ് അല്ലെ അവരുടെ മാനേജരോട് പറയാനുള്ള വെച്ചാല്, നിങ്ങൾക്ക് ഇതേപോലെ ആക്ഷൻ എടുക്കാൻ പറ്റും. ഇതേപോലെ അവരുടെ പ്ലേയേഴ്സ് തന്നെ HF കളിക്കുന്ന ഇവർ തന്നെയാണ് നിങ്ങൾ അവിടെ ഗാങ്ങിൽ കളിക്കുന്നത്. അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവർ ഹാക്കിട്ട് കളിച്ചിട്ടുണ്ട്. സോ കുറച്ചെങ്കിലും ഉൾപ്പെടെങ്കിൽ അവരെ പിടിച്ച് എടുത്ത് കളയാം. അല്ലാണ്ട് അത് ഇല്ലാണ്ട് ഇതേപോലെ ബാക്കിയുള്ളവരെ ഹാക്ക് അവരുടെ കൂടെ മുമ്പ് നല്ല വരുന്നുണ്ട്. അതെ അവനാണ് വന്നിട്ട് ലൈവ് ഇട്ട് പറയുന്നത് അവൻ ഹാക്കാണെന്നുള്ളത്. ഇത് എന്തൊരു പഴഞ്ചൊല്ലുന്നുണ്ടല്ലോ, നീ കട്ടോ പക്ഷെ കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കല്ലേ, മനസ്സിലായോ? കുറച്ചുപേര് അവന്റെ POV പോയി അതിലൊരു തിരുത്തും കൂടെ ഉണ്ട്. ഈ പറയുന്നവനാണ് മറ്റവന്റെ കൂടെ മറ്റേ പഴശ്ശിയുടെ കൂടെ ഇരുന്ന് മറ്റേ ഹാക്കിട്ടൊക്കെ കളിച്ചതും സമയത്താണ്. അത് കഴിഞ്ഞിട്ട് ആ ചെറുക്കൻ നമ്മുടെ അടുത്ത് വന്നു, അന്നേരം ഫയലൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പഴയ കാര്യമാണ് ഈ പറയുന്നത്. അതും HF കളിച്ച സമയത്ത് ഹാക്ക് ഇട്ടു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് നമ്മളെടുത്ത് കളഞ്ഞു. അതേപോലെ ആ ഒരു എത്തിക്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ഇതേപോലെ നിങ്ങൾ എങ്ങനെയുണ്ടല്ലോ ഹാക്കിട്ട് കളിച്ചാൽ മതി. അവന്മാരെ ആദ്യം പിടിച്ച് കളയും. അതിനുള്ള കുറച്ച് നട്ടലെങ്കിലും കാണിക്കാതെ. വാറന്റ് ക്ലിപ്പ് ഉണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അവിടെ അവർ ലൈവ് ഇട്ടിട്ട് നമ്മളെ പറ്റി എന്തെങ്കിലും പറയുമ്പോഴോ ഒരു സെക്കൻഡ് അവിടെ പോയിരുന്ന് KV ഡൗൺ എന്നോ എന്തെന്ന് വേണോ കരഞ്ഞോ അവിടെ ഇരുന്ന് ഡൗൺ പറയാൻ പറ്റും. 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുമ്പോ പിന്നെ വീട്ടുകാരും പറയും.